നിങ്ങൾ കാറ്റ് വിതച്ചാൽ കൊയ്യുന്നത് ചുഴലിക്കാറ്റായിരിക്കും. തകർന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ചിത്രീകരിച്ച ചുവർചിത്രത്തിനൊപ്പം ഇറാൻ ലോകത്തിനു നൽകുന്ന സന്ദേശമാണിത്. പശ്ചിമേഷ്യയിൽ രൂപപ്പെടുന്ന പുതിയ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുടെ പ്രതീകമായി ഈ വാക്കുകൾ മാറിക്കഴിഞ്ഞു. സൈനികമായ ഏറ്റുമുട്ടലുകൾക്ക് പകരം പ്രതീകാത്മകമായ പ്രതിരോധത്തിലൂടെ സ്വന്തം നിലപാട് വ്യക്തമാക്കാനാണ് ടെഹ്റാനിലെ എൻഗലാബ് സ്ക്വയറിലെ ഈ ഭീമൻ ചുവർ ചിത്രത്തിലൂടെ ഇറാൻ ശ്രമിക്കുന്നത്. ഇത് വെറുമൊരു കലാസൃഷ്ടിയല്ല, മറിച്ച് അമേരിക്കൻ ആധിപത്യത്തോടുള്ള തുറന്ന രാഷ്ട്രീയ വെല്ലുവിളിയും ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ ഇറാൻ ഉയർത്തുന്ന പ്രതിരോധത്തിന്റെ ശബ്ദവുമാണ്. മേഖലയിൽ അമേരിക്ക തുടർച്ചയായി നടത്തിവരുന്ന സൈനിക വിന്യാസങ്ങളും ശക്തിപ്രകടനങ്ങളും ഇറാന്റെ ദേശീയ സുരക്ഷയ്ക്കുള്ള നേരിട്ടുള്ള സമ്മർദ്ദമായാണ് ഇറാൻ കാണുന്നത്. അതിനുള്ള മറുപടിയായി ആയുധങ്ങളേക്കാൾ ശക്തമായ സന്ദേശം തന്നെയാണ് ഈ ചുവർചിത്രത്തിലൂടെ ഇറാൻ നൽകുന്നത്. യുദ്ധോന്മാദം ഉത്തേജിപ്പിക്കാതെ പക്ഷേ സ്വന്തം പ്രതികാരശേഷിയും പ്രതിരോധ സന്നദ്ധതയും ഓർമ്മിപ്പിക്കുന്ന ഈ പ്രതീകാത്മക ഇടപെടൽ പശ്ചിമേഷ്യയിലെ ശക്തിസമവാക്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഈ മുന്നറിയിപ്പ് ഉയർന്നുവന്നത് അമേരിക്കൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ ഇറാന്റെ അതിർത്തികളോട് ചേർന്ന മേഖലയിൽ വിന്യസിക്കുന്ന സമയത്താണ്. ഇറാൻ ഇതിനെ സ്വാഭാവികമായി തന്നെ ദേശീയ സുരക്ഷയ്ക്കുള്ള നേരിട്ടുള്ള ഭീഷണിയായി കാണുന്നു. അതേസമയം അമേരിക്ക ഇതിനെ മുൻകരുതൽ നടപടി എന്ന പേരിൽ ന്യായീകരിക്കുകയാണ്. എന്നാൽ മറ്റൊരു രാജ്യത്തിന്റെ വാതിൽക്കൽ ആയുധസജ്ജമായ കപ്പൽപ്പട എത്തിക്കുന്നത് മുൻകരുതലല്ല, മറിച്ച് സമ്മർദ്ദ രാഷ്ട്രീയമാണെന്ന വിമർശനവും ശക്തമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ എന്ന വ്യവസ്ഥയോടെ കപ്പലുകൾ വിന്യസിച്ചുവെന്ന പ്രസ്താവന നടത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമമല്ല, മറിച്ച് ഭീഷണി നിലനിർത്താനുള്ള തന്ത്രമാണെന്ന വിലയിരുത്തലാണുയരുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാൻ സ്വന്തം പ്രതിരോധ സന്നദ്ധത പ്രഖ്യാപിക്കുന്നത് സ്വാഭാവിക പ്രതികരണമെന്ന നിലയിലാണ് പലരും കാണുന്നത്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യവും ഈ പശ്ചാത്തലത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. എൻഗലാബ് സ്ക്വയർ പാശ്ചാത്യ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നതുപോലെ ഒരു ഭീഷണി കേന്ദ്രം മാത്രമല്ല, മറിച്ച് ജനകീയ വികാരങ്ങളും ദേശീയ അഭിമാനവും പ്രതിഫലിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ വേദിയാണ്. ഇവിടെ മാറി മാറി ഉയരുന്ന ചുവർചിത്രങ്ങൾ ഇറാൻ ഭരണകൂടത്തിന്റെ നിലപാടുകൾക്കൊപ്പം തന്നെ വിദേശ ഇടപെടലുകൾക്കെതിരായ ജനങ്ങളുടെ വികാരങ്ങളും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡർ സേന എക്കാലത്തേക്കാളും തയ്യാറാണ് എന്നു വ്യക്തമാക്കിയതും ആക്രമണോത്സുകതയല്ല, മറിച്ച് രാജ്യത്തിന്റെ പ്രതിരോധ സന്നദ്ധതയാണ് സൂചിപ്പിക്കുന്നത്. വർഷങ്ങളായി ഉപരോധങ്ങളും ഭീഷണികളും നേരിട്ട ഒരു രാജ്യത്തിന് സ്വന്തം സുരക്ഷ ഉറപ്പാക്കുന്നത് കുറ്റകരമായ നടപടിയായി കാണാനാവില്ല. ഇതിനിടെ ഇറാൻ അകത്തെ രാജ്യവ്യാപക പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന കണക്കുകളും റിപ്പോർട്ടുകളും അതീവ സൂക്ഷ്മതയോടെ സമീപിക്കേണ്ടതാണെന്ന് ഇറാൻ അനുകൂല നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. പാശ്ചാത്യ മാധ്യമങ്ങളും വിദേശ പിന്തുണയുള്ള മാധ്യമ സ്ഥാപനങ്ങളും പുറത്തുവിടുന്ന കണക്കുകൾ ഇതുവരെ സ്വതന്ത്ര അന്താരാഷ്ട്ര ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടില്ല. 36,500 മരണങ്ങൾ എന്ന കണക്കുപോലും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെന്ന വസ്തുത പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ്. ഇറാൻ ഇന്റർനാഷണൽ പോലുള്ള മാധ്യമങ്ങൾ ഉദ്ധരിക്കുന്ന രഹസ്യരേഖകളുടെ ഉറവിടവും വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന വിമർശനവും ശക്തമാണ്. ആഭ്യന്തര അസ്ഥിരത വർദ്ധിപ്പിക്കാനും ഭരണകൂടത്തെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനും ലക്ഷ്യമിട്ട വിവരയുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കണക്കുകൾ ഉപയോഗിക്കപ്പെടുന്നതെന്ന് ഇറാൻ അനുകൂല വിദഗ്ധർ വിലയിരുത്തുന്നു. ഇന്റർനെറ്റ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സമാനമായ സമീപനമാണ് കാണപ്പെടുന്നത്. പ്രതിഷേധകാലങ്ങളിൽ വ്യാജവാർത്തകളും വിദേശ ഇടപെടലുകളും തടയുന്നതിനായി പല രാജ്യങ്ങളും താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. ഇന്റർനെറ്റ് മോണിറ്ററിംഗ് ഗ്രൂപ്പായ നെറ്റ്ബ്ലോക്സ് റിപ്പോർട്ട് ചെയ്ത തടസ്സങ്ങൾ പോലും സുരക്ഷാ സാഹചര്യങ്ങളിൽ സ്വീകരിച്ച താൽക്കാലിക നടപടികളായി മാത്രമേ ഇറാൻ വിശദീകരിക്കുന്നുള്ളൂ. ആകെ ചൊല്ലുമ്പോൾ പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സംഘർഷാവസ്ഥയെ ഏകപക്ഷീയമായി ഇറാന്റെ ആക്രമണ നയമായി ചിത്രീകരിക്കുന്നത് യാഥാർത്ഥ്യ വിരുദ്ധമാണ്. അമേരിക്കയുടെ സൈനിക സാന്നിധ്യവും ഉപരോധ രാഷ്ട്രീയവും തുടർച്ചയായി ശക്തിപ്പെടുമ്പോൾ ഇറാൻ സ്വന്തം സമരാഖ്യാപവും സുരക്ഷയും സംരക്ഷിക്കാൻ സ്വീകരിക്കുന്ന നിലപാടുകളെയാണ് നാം കാണുന്നത്. ഈ സാഹചര്യത്തിൽ വിയോൺ പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും സംഭവങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ലോകശക്തികളുടെ ഇടപെടലുകളും ഉപരോധങ്ങളും ഭീഷണികളും തുടരുന്ന സാഹചര്യത്തിൽ ഇറാൻ അമേരിക്ക ബന്ധം എവിടേക്ക് നീങ്ങുമെന്ന് മാത്രമല്ല, പശ്ചിമേഷ്യയുടെ ഭാവി തന്നെ എങ്ങനെയാകുമെന്ന ചോദ്യമാണ് ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത്.